ബീഹാറിലെ മുസാഫർപൂരിലുള്ള സഹജാനന്ദ് കോളനിയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 14, 2024 രാവിലെ ഒരു 6 മണി 7 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അവിടെയുള്ള ഒരു സ്ട്രീറ്റിലൂടെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് അവിടെ വലിയ ഒരു ചാക്ക് കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽ പെടുന്നത്. ആ ചാക്ക് അവിടെ ഒരു മിസ്പ്ലേസ്ഡ് ആയിട്ടായിരുന്നു കിടന്നിരുന്നത്. അതുപോലെ തന്നെ അത് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു പ്രശ്നം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ പതിയെ ആളുകൾ ആ ഒരു ചാക്കിൻ്റെ അവിടെ കൂടുകയാണ്. എന്നാൽ അതെന്താണെന്ന് നോക്കാനായിട്ട് അടുത്ത് പോയി തുറന്നു നോക്കാൻ ആദ്യം ആരും ധൈര്യപ്പെട്ടില്ല. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചില ആളുകൾ ആ ചാക്കിൻ്റെ അടുത്തോട്ട് പോയിട്ട് ചാക്ക് തുറന്നു നോക്കുകയായിരുന്നു. ചാക്ക് തുറന്നപ്പോൾ അതിൽ സ്ട്രെയിൻഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അതിൽ ഒരു പഴയ സ്യൂട്ട് കേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സ്യൂട്ട് കേസ് കൂടെ കണ്ടപ്പോൾ കുറച്ച് ആളുകൾ പിൻവാങ്ങി. എന്നാൽ ചില ആളുകൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് ആ ഒരു സ്യൂട്ട് കേസ് തുറന്നു നോക്കാൻ തീരുമാനിക്കുകയാണ്. അവർ അതൊന്ന് തുറന്ന് ജസ്റ്റ് ഉള്ളിലോട്ട് നോക്കിയേ ഉള്ളൂ. ഒച്ച വെച്ചുകൊണ്ട് ബാക്കിലോട്ട് ചാടി എന്താ പറയുക, ഒരു എന്താണ് കണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മുഖഭാവമായിരുന്നു അവരുടേത്. ഉടനെ തന്നെ അവിടെ കൂടിയിരുന്നവരിൽ ചിലർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ സ്ഥലത്തെത്തുകയും ചെയ്തു. അങ്ങനെ പോലീസ് എത്തി ആ ഒരു സ്യൂട്ട് കേസും കാര്യങ്ങളൊക്കെ തുറന്നപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു ദുർഗന്ധം അവിടെ മുഴുവൻ പരക്കുകയായിരുന്നു. ആ ഒരു പെട്ടിയിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു യുവാവിൻ്റെ മൃതദേഹമായിരുന്നു. തലയറുക്കപ്പെട്ട രീതിയിലുള്ള വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു യുവാവിൻ്റെ മൃതദേഹമായിരുന്നു ആ ഒരു സ്യൂട്ട് കേസിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു അന്വേഷണത്തിൽ പല ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആരുടേതായിരുന്നു ആ ഒരു ബോഡി? എങ്ങനെയാണ് അയാൾ ആ ഒരു ചാക്കിൻ്റെ അകത്തായത്? അതുപോലെ തന്നെ എന്താണ് ആളുടെ സ്റ്റോറി? അതേപോലെ പോലീസുകാർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് സോൾവ് ചെയ്തത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ അവിടെ കൂടി നിന്നവരിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യനിങ് ആരംഭിച്ചത്. ആ ഒരു ബോഡി ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അവിടെയുള്ള കൂടിയ ആളുകളോട് ചോദിച്ചപ്പോൾ അത് ആരാണെന്ന് ആർക്കും തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അതേപോലെ തന്നെ വളരെയധികം ഡാമേജ്ഡ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ബോഡി. അത്രയ്ക്ക് ക്രൂരമായിട്ടായിരുന്നു ആളെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോലീസുകാർ എവിഡൻസും കാര്യങ്ങളൊക്കെ ശേഖരിച്ചു. അതിനുശേഷം ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു. അതിനുശേഷം തൊട്ടടുത്തുള്ള എല്ലാ സ്റ്റേഷനുകളിലും വിവരമറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക സ്ട്രക്ചറിലുള്ള ആരെങ്കിലും മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ അന്വേഷിക്കുമ്പോഴാണ് അവർക്ക് ഒരു വാർത്ത കിട്ടുന്നത്. ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു പയ്യനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പയ്യൻ്റെ ഫാമിലി 13-ാം തീയതി ഈവനിങ് ടൈമിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കിട്ടിയ ബോഡിയും അതുപോലെ തന്നെ ഈ ഒരു ജയപ്രകാശിൻ്റെ എന്താ പറയുക ബോഡി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സിമിലർ ആണ്. സോ ഇത് ജയപ്രകാശ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു നിലക്കുള്ള റിപ്പോർട്ട് പോലീസിന് കിട്ടുകയാണ്. അപ്പോൾ ജയപ്രകാശ് 13-ാം തീയതി വൈകുന്നേരം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ ടൈമിൽ തൻ്റെ സിസ്റ്ററിനോട് അടുത്ത് ഒരു ഫ്രണ്ടിനെ കാണാണ്ട് അതുപോലെ തന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. എന്നാൽ ആ ഒരു പയ്യൻ പിന്നീട് വീട്ടിലോട്ട് തിരിച്ചെത്തിയില്ല. കുറച്ചധികം നേരം കഴിഞ്ഞിട്ടും ജയപ്രകാശിനെ കാണാത്തത് കൊണ്ട് ഫാമിലി മെമ്പേഴ്സ് ആളുടെ ഫോണിൽ വിളിച്ച് നോക്കുകയായിരുന്നു. എന്നാൽ കോള് കണക്റ്റ് ആകുന്നുണ്ടായിരുന്നില്ല. ഇതുകൂടെ ഇപ്പോൾ അവർ കൂടുതൽ പാനിക് ആവുകയാണ്. ഒരു 10:30 ടൈമൊക്കെ ആയപ്പോൾ ഈ ജയപ്രകാശിനെ അവരെല്ലായിടത്തും അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആളെവിടെ പോയെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയായിരുന്നു. പോലീസുകാർ ജയപ്രകാശിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് ചോദിച്ചു, ആൾ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇറങ്ങിയ സമയത്തുനിന്ന്? അപ്പോൾ ഈ ജയപ്രകാശിൻ്റെ ഏട്ടത്തി പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാണ്ട് ഒരാളെ കാണാനുണ്ട്, അപ്പോൾ അതും കഴിഞ്ഞ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചു വരാമെന്നുള്ളൊരു കാര്യം മാത്രമേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ പോലീസിൻ്റെ അടുത്ത് മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഇതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതേപോലുള്ളൊരു ബോഡി പോലീസിന് ലഭിക്കുകയാണ്. അങ്ങനെ ഈ 2 പോലീസ് സ്റ്റേഷനുകളിലുള്ള പോലീസുകാരും തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ ജയപ്രകാശിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരികയാണ്. അവിടെ നിന്ന് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ആ ഒരു ബോഡി കണ്ട അവർ അലമുറയിട്ട് കരയാനായിട്ട് തുടങ്ങി. അത് ഈ ഒരു ജയപ്രകാശിൻ്റേതായിരുന്നു. വെറും 23 വയസ്സുള്ള ആ ഒരു പയ്യനെ ഇത്ര ക്രൂരമായിട്ട് ആരാണ് കൊലപ്പെടുത്തിയത്, എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതായി അടുത്തതായിട്ട് പോലീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ പോലീസുകാർ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യനിങ് ആരംഭിച്ചത്. അപ്പോൾ ഈ ജയപ്രകാശിൻ്റെ അമ്മയായിട്ടുള്ള രംഭാദേവി പറഞ്ഞത് അവരുടെ ഏറ്റവും ഇളയ മകനാണ് ഈ ജയപ്രകാശ്. ഗോവയിൽ അത്യാവശ്യം നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രമാണ് ആ ഒരു പയ്യൻ ലീവിന് നാട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പിറ്റേ ദിവസമാണ് അതായത് ഈ ഒരു ബോഡി പോലീസിന് ലഭിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യനിങ്ങിൽ മറ്റു ചില കാര്യങ്ങളും ഈ രംഭാദേവി പറയുകയുണ്ടായി. അത് ഈ ഒരു ജയപ്രകാശിൻ്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ചിട്ടായിരുന്നു. ലളിതാകുമാരി എന്നായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ പേര്. അപ്പോൾ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് ഫാമിലി ത്രൂ ആയിരുന്നു കേട്ടോ. അതായത് ഈ ജയപ്രകാശ് ഉണ്ടല്ലോ, ജയപ്രകാശിൻ്റെ അമ്മയുടെ കസിൻ്റെ സിസ്റ്റർ ഇൻ ലോ ആയിരുന്നു ഈ ഒരു ലളിത എന്ന് പറയുന്ന പെൺകുട്ടി. ബന്ധുക്കളായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പല ചടങ്ങുകളിലും വെച്ച് അവർ കാണാനായിട്ട് തുടങ്ങി. പിന്നീട് അവർ പതിയെ സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് ഫോൺ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ എന്താ പറയുക, അവർ തമ്മിൽ പ്രണയത്തിലാവുകയായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നുപോയി. ഇവർ ഫിസിക്കലി ഇൻവോൾവ് ആയി, കാര്യങ്ങളൊക്കെ ആയി, അങ്ങനെ സമയം കടന്നുപോയി. എന്നാൽ ഇവരുടെ ബന്ധത്തിൽ ഒരു പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലളിതകുമാരി BPSC കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പാട്നയിലോട്ട് സ്ഥലം മാറുകയാണ്. അവിടെ ഒരു ചെറിയൊരു റൂം എടുത്ത് ഇരുന്ന് പഠിക്കാനായിട്ട് തുടങ്ങി. പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അങ്ങോട്ട് പോയത്. ഈ ഒരു ജയപ്രകാശിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോവയിൽ ആൾക്കൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ ഗോവയിൽ വന്ന് ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് മാറുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇവരുടെ മണിക്കൂറുകളുള്ള സംസാരം സ്ഥിരം ഫോണിലൂടെ ആയി മാറുകയായിരുന്നു. എന്നാൽ ഇടയ്ക്ക് ഈ ഒരു ജയപ്രകാശ് ബീഹാറിലോട്ട് ഫ്ലൈ ചെയ്യാറുണ്ടായിരുന്നു, ജസ്റ്റ് ഈ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ നിന്ന് 2 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഗോവയിലോട്ട് വരും. അങ്ങനെയുള്ള ആ ടൈമിൽ ഇവരുടെ പ്രൈവറ്റ് മീറ്റിങ്ങിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇയാൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാലഘട്ടവും ഇങ്ങനെ സ്മൂത്തായിട്ട് പോയി. പിന്നീട് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ലളിതയുടെ വീട്ടിൽ ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം അറിയുകയാണ്. അതിനുശേഷം ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലി ചെറിയ രീതിയിൽ സംസാരവും കാര്യങ്ങളൊക്കെ നടന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹം നടത്തി കൊടുക്കാമെന്ന് 2 ഫാമിലിക്കാരും സമ്മതിക്കുകയായിരുന്നു. പിന്നെ നോക്കാന്നുണ്ടെങ്കിൽ ഈ ജയപ്രകാശിൻ്റെ അടുത്ത് ലളിത സ്ഥിരമായിട്ട് പൈസ ചോദിക്കാറുണ്ടായിരുന്നതും എല്ലാ മാസവും 5000 രൂപ വെച്ചിട്ട് ജയപ്രകാശ് ലളിതക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നതായിട്ടും ഈ ഒരു അമ്മയായിട്ടുള്ള രംഭാദേവി പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അങ്ങനെ 2023 അവസാനം ഈ ഒരു ലളിതയുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ജയപ്രകാശിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. എന്നിട്ട് അവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുകയാണ്. അതിനുശേഷമാണ് ഈ 2024 ഈ ഒരു കഥ നടക്കുന്നത്. അതായത് ലളിത ഇങ്ങനെ എനിക്ക് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാറുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ജയപ്രകാശിന് ലീവ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ലീവ് കിട്ടിയിട്ട് ഓഗസ്റ്റ് 13 ഗോവയിൽ നിന്ന് അങ്ങോട്ട് എത്തിയത്. അന്ന് അതായത് സെയിം ദിവസം 13 ഒരു വൈകുന്നേരം 7:30 എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാളെ കാണാനുണ്ട്, അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആള് അവിടെ നിന്ന് ഇറങ്ങിയത്. പോയ പയ്യൻ എന്തായാലും തിരിച്ചു വന്നില്ല. പിന്നീടാണ് 14 ഷോക്കിംഗ് ആയിട്ടുള്ള ആ ഒരു ഡിസ്കവറി നടക്കുന്നത്. അതായത് ആ ഒരു പയ്യൻ്റെ ചേതനയേറ്റ ശരീരം പോലീസുകാർ കണ്ടെത്തുന്നതും ഈ ഒരു ഫാമിലി മെമ്പേഴ്സിനെ വിവരം അറിയിക്കുന്നതും. അങ്ങനെ പോലീസുകാർ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അരിച്ചു പറക്കുകയാണ്. അതായത് അവിടെ താമസിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. ആ ഒരു ഏരിയയിലൂടെ രാത്രിയൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ ജോലിയൊക്കെ കഴിഞ്ഞ്, അങ്ങനെയുള്ള ആളുകളോടും എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഇന്നലെ എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, എന്നാൽ അത് വലിയ കാര്യമാക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ആ ഒരു ഏരിയയിലുള്ള CCTVയും കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഒരു വിഷ്വല് അവർ കാണുന്നത്. ഒരു 3 പേര് കൂടിയിട്ട് ഒരു ചാക്ക് കൊണ്ടുപോകുന്നൊരു വിഷ്വലായിരുന്നു അത്. ഒരു സൈക്കിളിൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു ചാക്ക് കൊണ്ടുപോയത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ചാക്കാണെന്നുള്ളത് ഈ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അത് ആ ഒരു സെയിം ചാക്ക് തന്നെയായിരുന്നു. 3 പേര് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു CCTV വിഷ്വലും കാര്യങ്ങളൊക്കെ ഇത്തിരി ബ്ലറി ആയതുകൊണ്ട് തന്നെ ഇവരുടെ മുഖോ കാര്യങ്ങളോ ഒന്നും തന്നെ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പോലീസുകാർ ഈ ഒരു ജയപ്രകാശിൻ്റെ കോൾ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ ഗേൾ ഫ്രണ്ടിനെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ല രീതിയിൽ വിളിച്ചിട്ടുള്ളത്. അതായത് സ്ഥിരമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളത്. എന്നാൽ അതിന് മുന്നത്തെ കുറച്ച് സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു റീസെൻറ്റ് ടൈമിൽ നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. ഇതുകൂടാതെ പോലീസിന് ലളിതയെ കൂടുതലായിട്ട് സംശയം വരാനുണ്ടായിരുന്ന ഒരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജയപ്രകാശ് ലാസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വിളിച്ചിട്ടുള്ളത് ഈ ലളിതയെ മാത്രമാണ്. പിന്നീട് ആളുടെ ഫോണിൽ നിന്ന് കോളും കാര്യങ്ങളൊന്നും തന്നെ പോയിട്ടില്ല. അപ്പോൾ പോലീസിന് നോക്കുമ്പോൾ ഒരു CCTV വിഷ്വല് കിട്ടി, അതുപോലെ തന്നെ ഈ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ രംഭാദേവിയുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വെച്ചിങ്ങേറ്റ് നോക്കുമ്പോൾ എല്ലാം കൂടെ ലളിതയിലോട്ട് കണക്ട് ചെയ്യുന്നത് പോലെ പോലീസിന് തോന്നുകയാണ്. അപ്പോൾ എന്തായാലും ലളിതയെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോലീസുകാർ തീരുമാനിച്ചു. അപ്പോൾ
നേരെ ലളിതയുടെ വീട്ടിലോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോലീസുകാർ പോയപ്പോഴാണ് അടുത്ത സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം നടക്കുന്നത്. ആ വീട്ടിൽ ലളിത ഉണ്ടായിരുന്നില്ല, ലളിത വീട്ടുകാരും ഉണ്ടായിരുന്നില്ല. വീട് പൂട്ടിയിട്ട അവസ്ഥയിലായിരുന്നു, ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസുകാർ ഈ ഒരു കൊലപാതകം നടന്ന ടൈമിൽ ലളിതയുടെ ഫോൺ എവിടെയായിരുന്നു എന്നുള്ളതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ ബോഡി കിട്ടിയെടുത്ത് നിന്ന് ഏകദേശം ഒരു 100-200 മീറ്റർ മാറിയിട്ട്, ഒരു 150-200 മീറ്റർ മാറിയിട്ടുള്ള ഒരു ലോഡ്ജ്, സഹജാനന്ദ് കോളനിയിൽ തന്നെ ഒരു ലോഡ്ജിലായിരുന്നു എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് പോലീസുകാർ നേരെ ആ ഒരു ലോഡ്ജിലോട്ട് പോയി അവിടെയുള്ള ജീവനക്കാരോട് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും വേറൊരാൾ അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പോലീസിന് മനസ്സിലാവുകയാണ്. പോലീസ് നോക്കുമ്പോൾ രവീന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാളുടെ പേരിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ രവീന്ദ്രകുമാറും ലളിതയും തമ്മിലുള്ള ബന്ധം പോലീസുകാർ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് പോലീസിൻ്റെ ഒരു കാര്യം മനസ്സിലാകുന്നത്, ഈ ലളിതയുടെ അമ്മയുടെ സൈഡിലുള്ള കസിനാണ് ഈ രവീന്ദ്രകുമാർ. പോലീസുകാർ നേരെ രവീന്ദ്രകുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ രവീന്ദ്രകുമാർ ഒന്നും തന്നെ സമ്മതിച്ചില്ല. ഞാനും ആ ഒരു കൊലക്കേസ് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതും ഇതേപോലെ ജസ്റ്റിനെ കാണാൻ വന്നതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. എന്നാൽ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവസാനം അത് താങ്ങാൻ പറ്റാതെ ആള് നടന്ന എല്ലാ കാര്യവും പോലീസിൻ്റെ അടുത്ത് തുറന്ന് പറയാനായിട്ട് തുടങ്ങി. ഇവർ രണ്ടുപേരും, അതായത് ലളിതയും ജയപ്രകാശും പ്രണയിച്ച് തുടങ്ങിയ ആ ഒരു സമയത്തൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് എവിടെ വെച്ചാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും 2 സ്ഥലത്തോട്ട് പോയതിന് ശേഷമാണ്. അതായത് ജയപ്രകാശ് ഗോവയിലോട്ടും അതുപോലെ തന്നെ ലളിത പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാട്നയിലോട്ടും പോയ ടൈമിലാണ് ഇവർ തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാകുന്നത്. സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ജയപ്രകാശ് ലളിതയെ വീഡിയോ കോൾ ചെയ്യാണ്. കോൾ എടുത്ത ടൈമിൽ ലളിതയുടെ ആ റൂമിൽ വേറൊരു പയ്യനെ ജയപ്രകാശ് കാണുകയാണ്. അപ്പോൾ ആരാണ് ആ പയ്യനെ, എന്താണ് അവിടെ വന്ന് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസർ ആ സമയത്ത് ഈ ഒരു ലളിതക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അതിനുശേഷം ഇവർ തമ്മിൽ സ്ഥിരമായിട്ട് അടിയായി. അപ്പോൾ ഈ ഒരു അടിയുടെ പേരിൽ എന്താ പറയുക, ആകെ പ്രശ്നങ്ങളായി. ലാസ്റ്റ് ഈ ഒരു ലളിത ജയപ്രകാശിൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കെന്നെ വിശ്വാസമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റില്ല, എന്നെ തീരെ വിശ്വാസമില്ലാതെ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ച് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു. എന്നാൽ ജയപ്രകാശിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൾ പിന്നെയും എന്താ പറയുക ലളിതയുടെ പിന്നാലെ നടക്കുകയാണ്. എന്നാൽ ലളിത പൂർണ്ണമായിട്ടും ആളെ ഒഴിവാക്കി. എന്തിനേറെ പറയുന്നു, ലളിത ഈ ഒരു രംഭാദേവിയെ വിളിച്ചു പറഞ്ഞു, അതായത് ഈ ഒരു ജയപ്രകാശിൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകനൊരു മോശം മനുഷ്യനാണ്, അപ്പോൾ അവനോട് നന്നാവാൻ പറ. അതുപോലെ തന്നെ ഞാൻ എന്തായാലും അവനെ കല്യാണം കഴിക്കില്ല എന്നുള്ളൊരു കാര്യം ഈ ജയപ്രകാശിൻ്റെ വീട്ടിലോട്ട് വിളിച്ച് ലളിത പറയുകയായിരുന്നു. അങ്ങനെ അമ്മ ജയപ്രകാശിനെ വിളിക്കുകയാണ്, എന്നിട്ട് സംസാരിച്ചു. അവസാനം ഓക്കെ എന്ന് ജയപ്രകാശ് പറയാണ്, ഓക്കെ ഇനി അവളില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഒരുപാടധികം പൈസ ചിലവാക്കിയിട്ടുണ്ട്, ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളൊരു രീതിയിൽ ജയപ്രകാശ് അമ്മയുടെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം അത് പറയുന്നതിന് വേണ്ടിയിട്ടും മറ്റും ഈ ഒരു ലളിതയെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഇയാൾ ഒരുപാട് തവണ ശ്രമിച്ചു. എന്നാൽ അതൊന്നും നടന്നില്ല. ഇതൊക്കെ കൂടെ ആയപ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യവും ഫ്രസ്ട്രേഷനും അങ്ങനെ ആ കൂടെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലോട്ട് എത്തുകയാണ്. അപ്പോഴാണ് ആള് ഒരു കാര്യം കാണിച്ചത്. അതാണ് പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടൊക്കെ എത്തിയതും. ഇവരുടെ രണ്ടുപേരുടെയും പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്, ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇയാൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ജയപ്രകാശ്. അത് ആള് ഈ ഒരു ലളിതയുടെ റിലേറ്റീവ്സിനും മറ്റുമൊക്കെ അയച്ചു കൊടുക്കുകയായിരുന്നു. അത് ലളിതയുടെ ഫാമിലിക്കും ലളിതക്കും താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. അവർക്ക് ആകപ്പാടെ നാണക്കേടായി. ആ നാണക്കേട് ഒരു പകയായിട്ട് വളർന്നു. ലളിത കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഏതെങ്കിലും രീതിയിൽ പ്രതികാരം ചെയ്യണം എന്നുള്ളത് മാത്രമായി ചിന്ത. അങ്ങനെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ളൊരു ചെറ്റത്തരം ചെയ്ത അവനെ ഇല്ലാതാക്കണമെന്നുള്ളൊരു പ്ലാനിലോട്ട് ലളിത എത്തുകയാണ്. ക്വസ്റ്റ്യൻ ചെയ്യലിൽ ഈ രവീന്ദ്രകുമാർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലളിത ആ സമയത്ത് ഒരുപാട് തവണ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലാണ്, ഹെൽപ്പ് ചെയ്യ് എന്ന് പറഞ്ഞായിട്ട്. അവസാനം ആള് ഓക്കെ പറയുകയായിരുന്നു. കാര്യങ്ങളൊക്കെ സെറ്റായതിന് ശേഷം ഈ ലളിത വീണ്ടും ജയപ്രകാശിനെ കോണ്ടാക്ട് ചെയ്യാണ്. എന്നിട്ട് സോറി പറഞ്ഞു, അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിനൊക്കെ സോറി പറഞ്ഞു. ജയപ്രകാശ് ഇതൊക്കെ വിശ്വസിച്ചു. താനും അങ്ങനെ ചെയ്തു പോയത് ദേഷ്യത്തിലാണ്, സോറി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും ഒരിക്കലും തൻ്റെ ഭാഗത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. ആളും ക്ഷമ പറയുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് തന്നെ കൊല്ലാനുള്ളൊരു പ്ലാനാണെന്നുള്ളത് ജയപ്രകാശ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് വിവാഹത്തിൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പയ്യനെ നാട്ടിലോട്ട് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ ഈ പയ്യൻ 13-ാം തീയതി നാട്ടിലെത്തുകയാണ്. പിന്നീട് ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോയി. അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സിസ്റ്ററിനോട് അടുത്ത് പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാണ്ട് ഒരാൾ കാണാണ്ട്, പിന്നെ സാധനങ്ങളും വാങ്ങിച്ചു വരാമെന്ന്. എന്നിട്ട് പോയ പയ്യനാണ്. ഈ പയ്യൻ നേരെ പോയത് ഈ ഒരു ലളിതയെ കാണാനായിരുന്നു. അവർ രണ്ടുപേരും ഒരു ഹോട്ടലിൽ പോയി ഒരുമിച്ചിരുന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം ഈ ഒരു ലളിത ഈ പയ്യനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ ലോഡ്ജിലെ മുറിയിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു.
ഈ രവീന്ദ്രകുമാറിൻ്റെ മുറിയിലെത്തിയ ലളിത തൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ രഹസ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 2-3 പേര് ചാടി വീഴുകയായിരുന്നു ആ ഒരു ലോഡ്ജിൻ്റെ അകത്തോട്ട്. അതിൽ ലളിതയുടെ ബ്രദറും ഉണ്ടായിരുന്നു. വന്ന വഴിക്ക് ജയപ്രകാശിൻ്റെ കഴുത്തറുത്തത് ഈ ഒരു ലളിതയുടെ ബ്രദറാണെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം എല്ലാവരും കൂടെ വെട്ടിയും കുത്തിയും ആ ഒരു പയ്യനെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അവർ പ്ലാൻ ചെയ്ത് വെച്ചതുപോലെ തന്നെ അവിടെ ഒരു സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നു, പഴയ സ്യൂട്ട് കേസ്. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ബോഡി ആക്കുകയായിരുന്നു. പിന്നീട് അതൊരു ചാക്കിലാക്കി പിന്നീട് ഒരു 3 പേര് കൂടെ ആ ഒരു ബോഡി സൈക്കിളിൽ വെച്ചിങ്ങായിട്ട് അവിടെ നിന്ന് കുറച്ച് മാറി കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു. പോലീസുകാരിങ്ങനെയൊക്കെ മനസ്സിലാക്കിയ ശേഷം ഈ ലളിതയുടെ അങ്കിളായിട്ടുള്ള രവീന്ദ്ര മഹാദേവിനെ അറസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു കേസുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം പിന്നീട് ലളിത വന്ന് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. പിന്നെ ലളിതയുടെ അച്ഛനായിട്ടുള്ള കിഷോറും അവരുടെ 2 ബ്രദേഴ്സായിട്ടുള്ള രഞ്ജിത്തും സഞ്ജിത്തും പോലീസിൻ്റെ അടുത്ത് കീഴടങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസുകാർ മേർഡർ വെപ്പണും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയിട്ടു. അപ്പോൾ ഇവരൊക്കെ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ജയിലിലാണ്. ഈ ഒരു കേസ് ബാക്കി നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്തൊക്കെ ശിക്ഷ കിട്ടുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.